സംവിധായകൻ ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം ചേർന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, പല തവണ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണെങ്കിലും ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്ന തീരുമാനമാണ് പ്രധാനം. അമ്മ ഒരു 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഈ സമിതി ഇരുവശത്തും അന്വേഷിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ഇതിൽ നടപടിയെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ വെട്ടൊന്ന് മുറിരണ്ട് എന്ന രീതിയിലേക്കൊക്കെ തീരുമാനമെടുക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയുടെ നിലപാടിനെ എങ്ങനെ കാണുന്നു? അപർണ, അത് വെറും തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പറയുന്ന ആരോപണ വിധേയരായവരല്ല. ഇവർക്കെല്ലാം തെളിവ് സഹിതം മുമ്പിൽ കിടക്കുകയാണ്. പിന്നെ ഇവർ എന്തൊന്നും സമിതി? ഇവിടെ ഹേമ കമ്മിറ്റി ഉണ്ടായിട്ട് ഇവിടെ സിനിമയിലൊന്നും നടന്നില്ല. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇപ്പോഴും 4-5 വർഷമായിട്ട് പൂർത്തി വെച്ചിരിക്കുക. അപ്പോഴാണ് അമ്മയിൽ 3 അംഗ സമിതി ഉണ്ടാക്കുന്നത്. ആരാ അന്വേഷിക്കുന്നത്? ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും തന്നെ ആയിരിക്കും പിടിച്ച സമിതിയിലൂടെ ആക്കുന്നത്. അതുകൂടാതെ നന്നായിരുന്നു. വേണമെങ്കിൽ ഷൈൻ ടോം സമിതിയുടെ സെക്രട്ടറി ആക്കാമായിരുന്നു. ശ്രീനാഥ് ബാസെ വേണമെങ്കിൽ അതിന് ചെയർമാനും ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ആ സമിതി. അത് ഇതൊന്നും ഒരു കഥ. ഇത് ഈ സിനിമാ സംഘടനകൾക്ക് ഇത് വിട്ടുകൊടുക്കരുത്. ഇത് പോലീസും എക്സൈസും തമ്മിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ന്യൂസ് 18 പറഞ്ഞതുപോലെ ഇത് പോലീസും എക്സൈസും കൈകാര്യം ചെയ്യണം. സർക്കാർ ഇതിനെതിരെ വളരെ ശക്തമായി നടപടിയെടുക്കണം. അല്ലാതെ അമ്മയുടെ 3 അംഗ സമിതിയോ ചൊക്കയുടെ 2 അംഗ സമിതിയോ മാറ്റയുടെ 1 അംഗ സമിതിയോ ഒന്നും അല്ല ഇത് അന്വേഷിക്കേണ്ടത്. ഇത് അന്വേഷിക്കേണ്ടത് എക്സൈസുകാർ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം ഷൈൻ ടോം ചാക്കോയുടെ റൂമിലേക്ക് പോലീസുകാരെന്ന് കയറിയപ്പോ ഷൈൻ ടോം ചാക്കോ ഇന്ന് ജെല്ലിയാടി ഓടിപ്പോയത്. എടാ, ഏതൊക്കെ അല്ലെ എക്സൈസുകാർ ചെന്നപ്പോ ഈ പിന്നെ പോക്കറ്റ് കിണവില്ലാത്തവരെ ഇറങ്ങി ഓടുവോ? അപ്പൊ അവന്റെ കയ്യിൽ ഉണ്ടാവണം. അവന്റെ കയ്യിൽ എന്തെങ്കിലും ഈ മയക്കുമരുന്ന് അവന്റെ കയ്യിൽ ഉണ്ടാവും. ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇറങ്ങി ഓടിയത്. ഈ സംഘടനകൾ ചെയ്യേണ്ടതൊന്നുമല്ല. ഇതേപോലുള്ള ഈ തലതിരിഞ്ഞവന്മാരെ ഒരു കാരണവശാലും ഒരു സിനിമയിലും അഭിനയിപ്പിക്കരുത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും എടുക്കേണ്ട തീരുമാനം തീർച്ചയായിട്ടും ഇവരുടെ സിനിമകൾ വിതരണം ചെയ്യുകയോ തിയേറ്ററിലെടുക്കാതിരിക്കുകയോ ചെയ്യണം. അപ്പോൾ അത് നിന്നോളും. പക്ഷേ ശ്രീ ബൈജു കൊട്ടാരക്കര, അതല്ല സംഭവിക്കാറ്. ഇപ്പോഴിറങ്ങിയ ഏറ്റവും പുതിയ സൂപ്പർ താര ചിത്രത്തിൽ പോലും വളരെ പ്രധാനപ്പെട്ട റോളുള്ള ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആയാലും തെറ്റ് കാണിച്ചാൽ എന്തിനാ പ്രതിപക്ഷ ബഹളം ഉണ്ടാക്കുന്ന? അല്ലെങ്കിൽ ഇറക്കി വിടുന്നത് എന്തിനാണ്? രാജിവെപ്പിക്കുന്നത് എന്തിനാണ്? അതിൽ കൂടുതലാണോ സിനിമയിൽ അഭിനയിച്ചു വരുന്നത്? ഇവിടെ ആർട്ടിസ്റ്റുകൾ ഇഷ്ടംപോലുണ്ട്. ഒരു ഷൈൻ ടോം ചാക്കോ പോയാൽ 100 ഷൈൻ ടോം ചാക്കോ വരും എന്ന് പറഞ്ഞ് കഞ്ചാവ് പിന്നെ വലിക്കുന്നവനെയും പെണ്ണ് പിടിക്കുന്നവനെയും അല്ല സിനിമയിൽ വെച്ച് വാഴിക്കേണ്ടത്. ഓക്കെ, ഒറ്റ സെക്കൻഡ് ശ്രീ ബൈജു കൊട്ടാരക്കര, ഒറ്റ സെക്കൻഡ് താങ്കൾ ഒന്ന് തുടരണേ. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. നടി സ്വാസികയും നമുക്ക് വെച്ചിരുന്നു. നടി സ്വാസിക, അമ്മ ഇതിനകത്തൊരു 3 അംഗ സമിതിയെ തീരുമാനിച്ചിരിക്കുന്നു. അവർ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ കണ്ടെത്തിയ ശേഷമായിരിക്കും നടപടി ഉണ്ടാകുക എന്നാണ് നേരത്തെ അൻസിബ, സമിതിയിലുള്ള നടി അൻസിബ പറഞ്ഞത്. ഇതിപ്പോ ഷൈൻ ടോം ചാക്കോയാണ് എന്നുള്ള ഒരു പരാതി തന്നെ വ്യക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിലുള്ളവർ, നിങ്ങളെ അടക്കമുള്ളവർക്ക് എന്താണ് പറയുക എന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരും ഉറ്റുനോക്കുക. ഇപ്പോ വിൻസി പോലുള്ള ഒരു യങ് ആർട്ടിസ്റ്റ്, അതും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യം ഒരാൾ കാണിക്കുമ്പോൾ, കാരണം നമ്മൾ എല്ലാവരും പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ അത് റിയാക്ട് ചെയ്യണം, അപ്പൊ തുറന്നു പറയണം എന്നാണ് ഇത്രയും നാളും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുകയാണ്. ആ കുട്ടി ഉടനെ തന്നെ റിയാക്ട് ചെയ്തു, വ്യക്തമായ നിലപാടെടുത്തു. അപ്പൊ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അത് കൃത്യമായ ഒരു പേരടക്കം ഭയമില്ലാതെ പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിക്ക് വേണ്ട ഒരു നീതി, ആ കുട്ടിക്ക് മാത്രമല്ല പൊതുവെ സിനിമാ മേഖലയിൽ വേണ്ട ഒരു നീതി നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടപ്പെട്ട ആളുകൾ ആരാണോ, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അവർ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മൊത്തം സെറ്റർണിറ്റിയിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇപ്പൊ പേര് സഹിതം കിട്ടിയ സ്ഥിതിക്ക് അവര് അതിനുള്ള നിയമ നടപടികൾ എടുക്കണം. എല്ലാവർക്കും വർക്ക് സ്പേസ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നന്നായി വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ ആരൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കണേ, അത് വലിപ്പ ചെറുപ്പമില്ലാതെ അതിനൊരു നല്ലൊരു നിയമ നടപടി ഉണ്ടാവണം എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും വിൻസി കാണിച്ച ധൈര്യം നമ്മൾ കാണാതെ പോരുത്. സ്വാസിക, ഇതിനകത്ത് പക്ഷേ ഇത് സിനിമാ മേഖലയിൽ നിന്ന് നേരത്തെ അറിയുന്ന കാര്യമാണെന്നാണ് ശ്രുതി രജനീകാന്തനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ പുറത്തോട്ട് മാധ്യമങ്ങളിലേക്ക് സിനിമാ വിഷയങ്ങളൊക്കെ എത്തുന്നത് അവിടെ ഒരു പരിഹാരവും ഇല്ലാതാകുമ്പോൾ, പറഞ്ഞ് മതിയാകുമ്പോൾ, അല്ലെങ്കിൽ വിൻസിയെ പോലുള്ളവർക്കൊക്കെ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തോട്ട് എത്തുന്നത്. അത്ര എളുപ്പത്തിൽ ഇതൊക്കെ അങ്ങ് പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇപ്പോ മുൻപ് പറഞ്ഞത് ശരി, ചിലപ്പം ആരാണ് എന്താണ് വ്യക്തമായിട്ടുള്ള അതില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല, അങ്ങനെയൊക്കെ പല പല എക്സ്ക്യൂസസുകൾ ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷെ ഇപ്പോ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും അതിന് ഒരു നടപടി എടുക്കാമല്ലോ. ഇത്രയും നാളും നമുക്ക് ചിലപ്പം എനിക്കറിയില്ല, ഓരോ സെറ്റിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോ ഒരു സെറ്റിലുള്ള ഒരു അനുഭവം ആയിരിക്കില്ല അടുത്ത സെറ്റിൽ ഉണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഒരു പരാതി പ്രോപ്പറായിട്ട് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നടപടി എടുത്തല്ലേ പറ്റൂ. സ്വാസികയും ഷൈനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിരുന്നോ? ഇല്ല, അതാണ് ഞാൻ എന്താ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഷൈൻ്റെ അടുത്തുനിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രൊമോഷന്റെ സമയത്ത് കമൽ സാർ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഷൈൻ്റെ സഹകരണം കൊണ്ടാണ് ആ സിനിമ വളരെ പെട്ടെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയത്. കാരണം കൃത്യസമയത്ത് ഇപ്പൊ 7 മണിക്ക് ഷോട്ടെങ്കിൽ 7 മണിക്ക് വരിക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഹകരിച്ച് അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ആ ഒരു 35 ദിവസം വർക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഷൈൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ആ സെറ്റിലും അങ്ങനെ ആരും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തിവെക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ വിൻസി വളരെ ശക്തമായിട്ട് അതിന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ആ കുട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അവര് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ, നന്ദി. നടി സ്വാസികയാണ്. തനിക്ക് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് അത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ വിൻസി അലോഷ്യസ് ഇത്തരം ഒരു ശക്തമായ പരാതിയുമായിട്ട് വരുമ്പോൾ ആ പരാതിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. നടി ശ്രുതി രജനികാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രുതി, നേരത്തെ തന്നെ വിൻസിയുടെ വിഷയത്തിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതായത് നേരത്തെ ഈ പരാതികളൊക്കെ വിൻസി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വിൻസിക്ക് സിനിമ കുറഞ്ഞത് എന്ന തരത്തിലുള്ള ഒരു ആരോപണമൊക്കെ പറഞ്ഞിരുന്നു ശ്രുതി. ഓക്കെ, സിനിമാ മേഖല എന്നുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ അമ്മയുടെ നിലപാട് മൂന്നംഗ സമിതി ഇത് ആലോചിക്കും. ഷൈൻ ടോം ചാക്കോയോടും വിൻസി അലോഷ്യസിനോടും സംസാരിച്ച് വിവരങ്ങൾ എടുത്ത ശേഷമായിരിക്കും നടപടിയിലേക്ക്. അതേസമയം ഇതൊരു താക്കീതിലൊന്നും ഒതുങ്ങില്ല എന്ന് ഫിലിം ചേംബർ പറയുന്നു. വളരെ കട്ട് ആൻഡ് റൈറ്റ് നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറയുന്നത്. സിനിമ സെറ്റുകളിലടക്കം ഇത്തരക്കാരെ നിയന്ത്രിക്കണം, ഇവർക്ക് സിനിമയിൽ അവസരം നൽകരുത്, ഇവരുടെ സിനിമ സഹകരിക്കരുത് മുതലായ കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ താരസംഘടന അല്പം കൂടി മയപ്പെട്ട രീതിയിലേക്ക് ഈ വിഷയത്തെ എല്ലാ തവണ ഏത് തരത്തിലാണോ താരസംഘടന എടുക്കാറുള്ളത് അത് ആ തരത്തിൽ തന്നെ ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ശ്രുതി രജനികാന്തും നമുക്കൊപ്പം ചേർന്നു. നടി ശ്രുതി, ഈ വിൻസി അലോസിയേഷന്റെ പരാതി വന്നപ്പോൾ ഇത് ആരാണ് എന്ന് അറിയാത്ത സമയത്ത് പോലും ഇത് നേരത്തെ വന്ന പരാതിയാണ്, അതുകൊണ്ടാണ് വിൻസിക്ക് സിനിമ കുറഞ്ഞത് എന്ന് ശ്രുതി പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പൊ ഇത് ഷൈൻ ടോം ചാക്കോ ആണ് എന്ന് അറിയുമ്പോൾ ഷൈൻ ഇപ്പോഴും പ്രധാനപ്പെട്ട പല പ്രോജക്റ്റുകളുടെയും ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് വ്യക്തമാണ്, ഇത് സിനിമാ മേഖലയ്ക്ക് അറിയാത്ത കാര്യമല്ലായിരുന്നു വിൻസി പറഞ്ഞ ഈ നടൻ ആരാണ് എന്നുള്ളത്. അതെ, ഇപ്പം ഷൈൻ ടോം ചാക്കോ ആണെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് മുന്നേ സപ്പോർട്ട് പറഞ്ഞു. ഇപ്പൊ ആരാണെങ്കിലും ഹൂവർ ഇറ്റ് ഈസ് ചെയ്തത് റോങ് ആണ്. ഇപ്പൊ ഒരാൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ